നിലവിൽ 57 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിൽ ഏറ്റവും കുറച്ച് മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അത് വേദന ഉണ്ടാക്കുന്ന കാര്യം. അത്രമേൽ ദീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉടലൊക്കെ വേർപെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാവിലെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ വാർത്ത കേട്ട് ഈ പോർട്ടുഗൽ മേഖലയൊക്കെ ഇവരൊക്കെ ഈ ഒരു വാർത്ത അറിഞ്ഞു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ പുഴയിൽ ആദ്യം ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ ഒരു മൃതദേഹം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലാണ് നാട്ടുകാരുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു, അഗ്നിരക്ഷാ സേന വോളണ്ടിയർമാരെല്ലാം കൂടി നടത്തിയ തെരച്ചിൽ നല്ല കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിൽ വെച്ച് നടത്തിയ തെരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അത് നമ്മൾ പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഏറ്റവും വേദനയുണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നിമിഷം നമുക്ക് അത് ഒരു സത്യം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും 57 മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഉണ്ടാകുന്ന ഈ അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ പറയുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മരണസംഖ്യ ഉയരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. SP ഉൾപ്പെടെ പറഞ്ഞത് നാളെ അപ്പോൾ പോർട്ടുഗൽ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിലുണ്ടാകും. കാരണം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ ചാലിയാർ പുഴയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അധികൃതരൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരച്ചിലായിരിക്കും ദീക്ഷിച്ച് ചോദിച്ചതുപോലെ നാളെ രാവിലെ എന്തായാലും ഈ ചാലിയാർ മേഖല, നിലമ്പൂർ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി, രാവിലെ മുതൽ വൈകുന്നേരത്തോടു കൂടി 57 മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ ഈ പോർട്ടുഗൽ മേഖലയിൽ ഉൾപ്പെടെ ഈ അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഈ സേനാ സന്നാഹങ്ങളൊക്കെ വിന്യസിച്ചുകൊണ്ട് തന്നെയായിരിക്കും നാളെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഇത്രയും കിലോമീറ്റർ ഒക്കെ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോൾ ഇനി നാളെ അവിടെ ഊർജിതമായ ഒരു തിരച്ചിൽ ആവശ്യമാണ്. ഇന്ന് നമുക്ക് അവിടെ ഒരു ആക്സസ് പോയിന്റ് ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഇതിന് സമീപ പ്രദേശത്തുള്ള പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോഴും കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ നമുക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് കേന്ദ്രീകരിച്ച് ഈ തിരച്ചിലൊക്കെ നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഈ മുണ്ടക്കൈയിൽ അതീവ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു, ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു ഉണ്ടായത്. അത് സൈന്യമൊക്കെ എത്തി വൈകിട്ടോടുകൂടി ആ ഒരു സാഹചര്യം പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. ഇനി രാവിലെ ഒരു ഊർജിതമായ ഒരു തെരച്ചിൽ മുണ്ടക്കൈ മേഖലയിൽ നടക്കും. ഒപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്. അപ്പോ അത്തരത്തിൽ തന്നെ ഇനി മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു ആശ്വാസമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നലത്തെയൊക്കെ കനത്ത ഒരു മഴ ഇന്ന് അത്ര അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ ഈ തെരച്ചിലിനൊക്കെ കാലാവസ്ഥ വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളിയൊക്കെ മറികടന്ന് നാളെ ഊർജിതമായ ഒരു തിരച്ചിൽ മുണ്ടക്കൈയിൽ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ചാലിയാറിൽ ഉൾപ്പെടെ പോർട്ടുഗൽ മേഖലയിൽ ഉൾപ്പെടെ തിരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. ദിവിഷേ, ശരി. മുണ്ടക്കൈയിൽ നിന്ന് ഈ പോത്തുകൽ വരെ വലിയ ദൂരമുള്ള സ്ഥലമാണ്. റോഡ് മാർഗമാണെങ്കിൽ കൂടുതലാണ്, പക്ഷേ പുഴ അത്രയില്ല. എങ്കിൽ പോലും ഇത്രയേറെ ദൂരത്തേക്ക് മൃതദേഹങ്ങൾ എത്തി എന്നത് എത്രമാത്രം ശക്തിയിലാണ് ഈ മലവെള്ളം ഒലിച്ചു വന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്.